ജയറാമിനെ വിശ്വസിച്ച് മകൻ കാളിദാസ് ജയറാമിനെ വെച്ച് സിനിമയെടുത്ത് സാമ്പത്തിക പ്രതിസന്ധി ആയപ്പോൾ സഹോദരനെക്കുറിച്ച് നടി ഉഷ ഹസീന വെളിപ്പെടുത്തിയിരുന്നു. പശ്ചാത്താപം വന്ന് കിടപ്പിലായിരുന്നിട്ടും തൻ്റെ സഹോദരനെ കാണാനോ സഹായിക്കാനോ കൂടെയുണ്ടാകുമെന്ന് വാക്കുപറഞ്ഞ ജയറാം വന്നില്ലെന്നും ഉഷ ഹസീന വെളിപ്പെടുത്തിയിരുന്നു. ഈ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സിനിമാ മേഖലയിലെത്തി തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും തൻ്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്തി നിർമ്മാതാവാണ് ഹസീബ്. സിനിമാ നിർമ്മാണം കൂടാതെ നിർമ്മാതാക്കൾക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്യൽ, സാറ്റലൈറ്റ് റൈറ്റ് വാങ്ങിക്കൊടുക്കൽ എന്നതൊക്കെ ചെയ്ത് സിനിമാ രംഗത്ത് അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറി. ആലപ്പുഴയിൽ ആഡംബര ഭവനവും ആഡംബര വാഹനവും ഗോൾഡ് ഷോപ്പും മറ്റും രാജകീയമായി വാഴുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഇരുട്ടടി ഹസീബിനെ ഏൽക്കുന്നത്. ഒരു നിർമ്മാതാവ് പണം മുടങ്ങിയ ശേഷം പകുതിക്ക് ഉപേക്ഷിച്ചുപോയ ഒരു സിനിമ ഏറ്റെടുക്കാൻ ഹസീബ് നിർബന്ധനായി. അതുവരെ വലിയ താരമൂല്യമുള്ള ചിത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഹസീബ് ആദ്യമായി പുതുമുഖ സംവിധായകരുടെ കൂടെ ഒരു സിനിമയിലെടുത്തു. കാളിദാസ് ജയറാം നായകനായി ഹാപ്പി സർദാറായിരുന്നു ആ ചിത്രം. ഞാൻ ഹസീബിനോട് ചോദിച്ചു, എല്ലാ ബിസിനസ്സിലും കണ്ണോടുകൂടി മാത്രം കാണുന്ന ഹസീബ് എന്തുകൊണ്ട് ഇങ്ങനൊരു പടം ഏറ്റെടുത്തെന്ന്. അതിന് ഹസീബ് പറഞ്ഞ മറുപടി, അത് ജയറാമിനുമേലുള്ള തൻ്റെ വിശ്വാസമാണെന്ന്. എൻ്റെ മകൻ്റെ പടം ഹസീബ് ഏറ്റെടുക്കണം. അതിന് എന്ത് സംഭവിച്ചാലും ഞാൻ ഒപ്പമുണ്ടാകും. എന്ത് സംഭവിച്ചാലും നമുക്ക് പരിഹരിക്കാം എന്ന് ജയറാം പറഞ്ഞു. ആ ഉറപ്പാണ് എൻ്റെ വിശ്വാസമെന്ന് ഹസീബും പറഞ്ഞു. പലരും ഇതിന് തലവെച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്നാൽ താൻ അതൊന്നും ചെവികൊടുത്തില്ലെന്നും ഹസീബ് പറഞ്ഞു. അങ്ങനെ നിരവധി കോടികൾ വാരി എറിഞ്ഞു കൊണ്ടാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. പഞ്ചാബിലും ഹരിയാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഷൂട്ടിംഗ് പൊടിപൊടിക്കുകയും ചെയ്തു. ഷൂട്ടിംഗ് പുരോഗമിക്കെ മലവാടിയിൽ നിന്നും വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് കൊടുത്തിരുന്നു. അങ്ങനെ നാലിടത്ത് നിന്നാണ് പണം തീർക്കാൻ വേണ്ടി ഫിനാൻസ് എടുത്തത്. വലിയ ആഘോഷത്തോടെ പടം റിലീസ് ചെയ്തപ്പോൾ പോസ്റ്റർ ഒട്ടിച്ച പടം പോലും കിട്ടിയില്ല. പടം 8 നിലയിൽ വീണു. ഒപ്പം മാനസികാഘാതത്തിൽ ഹസീബ് എന്ന നിർമ്മാതാവും വീണു. ഈ സിനിമ കാരണം ഹസീബിനുണ്ടായ നഷ്ടം ഏകദേശം 10 കോടിയോളം രൂപയാണ്. കടം കയറി നിന്ന നിർമ്മാതാവ് പിന്നീട് ആരാണ് ഡേറ്റ് കൊടുക്കുക? തൻ്റെ കഷ്ടപ്പാടിൽ ഹസീബ് ഏറെ പ്രതീക്ഷിച്ച് ജയറാമിനെ സമീപിച്ചു. ആടുപുലിയാട്ടത്തിൻ്റെ സംവിധായകൻ കണ്ണൻ താമരക്കുളത്തിൻ്റെ കുട്ടിയാണ് ഹസീബ് ജയറാമിനെ കാണാനെത്തിയത്. ആടുപുലിയാട്ടം 2 ചെയ്യാനുള്ള കഥ റെഡിയാണെന്നും ഡേറ്റ് നൽകി സഹായിക്കണമെന്ന് ഹസീബ് ജയറാമിനോട് പറഞ്ഞു. ഡേറ്റിനായി 1 വർഷം കാത്തിരിക്കണമെന്നായിരുന്നു ജയറാമിൻ്റെ അഴകൊമ്പൻ മറുപടി. ആ സമയങ്ങളിൽ ജയറാമിന് വലിയ സിനിമകളോ തിരക്കുകളോ ഉണ്ടായിരുന്നില്ലെന്ന് ഹസീബ് പറയുന്നു. പണമില്ലാത്ത തന്നെ ഒഴിവാക്കാനായിട്ടാണ് ജയറാം ഇങ്ങനെ പറഞ്ഞത് പിന്നീടും ഹസീബിന് മനസ്സിലായി. മകൻ്റെ കാര്യത്തിനായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജയറാം അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നു. തകർന്നിരിക്കുന്ന ഹസീബിനെ ജയറാം അയച്ച മെസ്സേജെല്ലാം നല്ലതാണ്. ഇതിലും നല്ലത് എന്താണ് കരുതുക, ദൈവം സഹായിക്കും, ഞാൻ പ്രാർത്ഥിക്കാം. അവിടെയും ജയറാം വാക്കുപാലിച്ചില്ല. കടക്കാർ വന്ന് ഹസീബിനെ വരിഞ്ഞു മുറുക്കി. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ജപ്തിയുടെ വക്കിയെത്തി. ഹസീബ് എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജയറാമിനോട് സഹായം അഭ്യർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടിലാണ്. ഗോപാലനോട് വാങ്ങി മുതൽ കൊടുക്കണം. പലിശ ഒഴിവാക്കി തരാൻ ഗോപാലനോട് ജയറാം പറഞ്ഞാൽ കേൾക്കും. ജയറാം അത് ഒരിക്കലെങ്കിലും അത് ചെയ്തു തന്നില്ല. കടുത്ത മാനസികാഘാതത്തിൽ പക്ഷാഘാതം പിടിപെട്ട് 30 ദിവസത്തോളം ഹസീബ് ആശുപത്രിയിൽ കിടന്നത്.